ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ. ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഈ വൃശ്ചിക പുലരിയിൽ എല്ലാവർക്കും സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിഷ. ആർട്ട് ഓഫ് നിഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുലിപ്പുറത്തേറി വരുന്ന അയ്യപ്പനെയാണ് ഇന്ന് വരയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സ്കെച്ചിങ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. അയ്യപ്പന്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. അതിലെ കുറച്ചു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് ദേവന്മാർ സുഖോന്മത്തരും അഹങ്കാരികളുമായി തീർന്നു. അവരുടെ ധാർഷ്ട്യത്തിലും ധിക്കാരത്തിലും അരിശം പൂണ്ട് ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി അവർക്ക് ജരാനരകൾ നൽകി ശപിച്ചു. ദിവ്യമായ അമൃത് പാനം ചെയ്താൽ മാത്രമേ മൃത്യുവിന്റെ മുന്നോടിയായ ജരാനരകളിൽ നിന്നും മോചനം ലഭിക്കൂ. അമൃതാകട്ടെ സാക്ഷാൽ മഹാവിഷ്ണു പള്ളികൊള്ളുന്ന പാൽക്കടലിൽ സത്തായി കിടക്കുകയാണ്. ദേവന്മാർ തങ്ങളുടെ സങ്കടം മഹാവിഷ്ണുവിനോട് ഉണർത്തിച്ചു. അങ്ങനെ മന്ദരപർവ്വതം കടകോലാക്കിയും വാസുകി എന്ന ഉഗ്ര സർപ്പത്തെ കയറാക്കിയും പാലാഴി കടയാൻ തുടങ്ങി. ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും നിരനിരയായി നിന്ന് പാലാഴി കടയാൻ തുടങ്ങി. ഒട്ടേറെ ദിവ്യവും അസുലഭവുമായ വസ്തുക്കൾ പാലാഴിയിൽ നിന്നും തെളിഞ്ഞു വരാൻ തുടങ്ങി. അവസാനം ദിവ്യമായ അമൃതകുംഭം പാലാഴി തിരകൾക്കു മേലെ ഒഴുകി വന്നു. അത് കണ്ടപാടെ അസുരന്മാർ അത് കൈക്കലാക്കി കടന്നു കളഞ്ഞു. പക്ഷേ ആർത്തിമൂത്ത അസുരന്മാർ തമ്മിൽ ആരാദ്യം കഴിക്കുമെന്ന കാര്യം പറഞ്ഞ് തർക്കമായി. ദിവ്യമായ അമൃത് അസുരന്മാർ കുടിച്ചാൽ അവർ ചിരഞ്ജീവികളാകുമെന്നും പ്രപഞ്ചമാകെ അസുരശക്തി നിറയുമെന്നും മനസ്സിലാക്കിയ മഹാവിഷ്ണു തന്റെ ദിവ്യശക്തി കൊണ്ട് അതിസുന്ദരിയായ മോഹിനി രൂപം കൈക്കൊണ്ടു കലഹിച്ചു നിൽക്കുന്ന അസുരന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യമായ അമൃത് അസുരന്മാർ കുടിച്ചാൽ അവർ ചിരഞ്ജീവികളാകുമെന്നും പ്രപഞ്ചമാകെ അസുരശക്തി നിറയുമെന്നും മനസ്സിലാക്കിയ മഹാവിഷ്ണു തന്റെ ദിവ്യശക്തി കൊണ്ട് അതിസുന്ദരിയായ മോഹിനി രൂപം കൈക്കൊണ്ട് കലഹിച്ചു നിൽക്കുന്ന അസുരന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹിനിയെ കണ്ട മാത്രയിൽ ആ സൗന്ദര്യ രൂപത്തിൽ ലയിച്ചു പോയ അസുരന്മാർ അവൾ പറയുന്നതെന്തും അനുസരിക്കാൻ തയ്യാറായി. കണ്ണടച്ച് വരിവരിയായി ഇരുന്നാൽ ഞാൻ എല്ലാവർക്കും അമൃത് വിളമ്പാം എന്ന മോഹിനി പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ച അസുരന്മാർ അമൃതകുംഭം മോഹിനിക്ക് നൽകി കണ്ണടച്ച് ഇരിപ്പായി. മോഹിനിയാകട്ടെ അമൃതകുംഭവുമായി ദേവലോകത്തെത്തി. അമൃത് ദേവന്മാർക്ക് നൽകി. അവർ അമൃത് പാനം ചെയ്ത് ശാപത്തിൽ നിന്നും മുക്തി നേടി. മോഹിനിയുടെ വശ്യമനോഹരമായ രൂപം വർണ്ണിച്ചു കേട്ട പരമേശ്വരന് വിഷ്ണുവിന്റെ ആ രൂപം ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹമുണ്ടായി. അതനുസരിച്ച് മോഹിനി ശ്രീ പരമേശ്വരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹിനി രൂപത്തിൽ അനുരക്തനായ ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും സംയോഗ ഫലമായി കുഞ്ഞു പിറന്നു. ഈശ്വരാംശമുള്ള ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുള്ളതുപോലെ ധർമ്മശാസ്താവിന്റെ അവതാരമായ ആ കുഞ്ഞിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ദേവി മഹാമായയുടെ അവതാരമായ ചണ്ഡികാദേവി മഹിഷാസുരനെ നിഗ്രഹിച്ചു. മഹിഷാസുരന്റെ പിതാവിന്റെ സഹോദരന്റെ മകളായ മഹിഷി ഇതിൽ വൈരാഗ്യം പൂണ്ട് ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. പ്രത്യക്ഷനായ ബ്രഹ്മാവിനോട് അവൾ അമരത്വം വരമായി ചോദിച്ചു. ബ്രഹ്മാവ് അത് നിരസിച്ചപ്പോൾ മഹിഷി മറ്റൊരു വരം ചോദിച്ചു.
സാക്ഷാൽ പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും മകനായി പിറവിയെടുത്ത് 12 വർഷം മനുഷ്യകുലത്തിൽ ജീവിച്ച ഒരാൾക്ക് മാത്രമേ എന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം. ബ്രഹ്മാവ് അതിന് സമ്മതിച്ച് അനുഗ്രഹിച്ചു. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്താൽ മഹിഷി ദേവലോകം ആക്രമിച്ച് കീഴടക്കി. നിസ്സഹായരായി തീർന്ന ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. മഹിഷിയെ നിഗ്രഹിക്കാനുള്ള സമയം ആയിട്ടില്ലാത്തതിനാൽ മഹിഷിയെ തുരത്താൻ മഹാവിഷ്ണു ഒരു ഉപായം കൈക്കൊണ്ടു. തന്റെ മായയാൽ ഒരു മഹിഷത്തെ സൃഷ്ടിച്ച് ദേവലോകത്തേക്ക് അയച്ചു. കാമദേവന്റെ അസ്ത്രപ്രയോഗത്തിലൂടെ സുന്ദരനായ മഹിഷത്തിൽ ആകൃഷ്ടയായ മഹിഷി ആ മഹിഷത്തോടൊപ്പം ഭൂമിയിലേക്ക് പോയി. പിന്നീട് അവർ ഭൂമിയെ മുഴുവൻ വിറപ്പിച്ചു. ഭൂമിയിലിരുന്ന് ദേവലോകത്തെയും അവൾ വെറുതെ വിട്ടില്ല. അവളുടെ പരാക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ മഹിഷിയുടെ നിഗ്രഹത്തിനു വേണ്ടിയാണ് ധനുമാസത്തിലെ അവസാന ശനിയാഴ്ച ദിവസം ഉത്രം നക്ഷത്രത്തിൽ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായി ശ്രീ അയ്യപ്പൻ ജനിക്കുന്നത്. ഈ സമയത്ത് ഭൂമിയിൽ ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖരനും വിഷ്ണുഭക്തിയായ ധർമ്മപത്നിയും കുട്ടികളില്ലാത്ത വിഷമത്താലായിരുന്നു. സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടും കുട്ടികളില്ലാത്ത ദുഃഖം രാജ്യത്തെയും രാജകുടുംബത്തെയും സങ്കടത്തിലാക്കി. ഒരു ദിവസം രാജാവ് നായാട്ടിന് പോയപ്പോൾ കാട്ടിൽ വെച്ച് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പോയ രാജാവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാട്ടിൽ ഒരു കുഞ്ഞു കിടന്ന് കൈകാലിട്ടടിച്ച് കരയുന്നു. മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും മകനായി പിറവിയെടുത്ത ശ്രീ ധർമ്മശാസ്താവിന്റെ അവതാരമായ അയ്യപ്പനായിരുന്നു അത്. കുട്ടികളില്ലാത്ത മഹാരാജാവിനും രാജ്ഞിക്കും ഇതിൽ പരം സന്തോഷം വേറെ ഇല്ലായിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിൽ ദിവ്യമായ ഒരു മണിയുണ്ടായിരുന്നതിനാൽ രാജാവും രാജ്ഞിയും ആ കുഞ്ഞിന് മണികണ്ഠൻ എന്ന് പേര് വിളിച്ചു. അങ്ങനെ ഹരിഹരസുതനായി ജന്മമെടുത്ത ശ്രീ ധർമ്മശാസ്താവ് മണികണ്ഠ രാജകുമാരനായി പന്തളം രാജകൊട്ടാരത്തിൽ വളർന്നു. പിന്നീട് ഗുരുസമക്ഷത്തിൽ നിന്ന് 4 വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചു. ധനുർവിദ്യയിലും കളരിയിലും സമർത്ഥനായി. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മണികണ്ഠൻ ഗുരുദക്ഷിണയായി ജന്മന ബധിരനും മൂകനുമായ ഗുരുവിന്റെ പുത്രന് സംസാരശേഷി തിരിച്ചു നൽകി. മണികണ്ഠൻ കൊട്ടാരത്തിലെത്തിയ ശേഷം പന്തള രാജാവിനും റാണിക്കും ഒരു കുഞ്ഞ് പിറന്നു. എങ്കിലും രാജാവിനും റാണിക്കും മണികണ്ഠനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നില്ല. പക്ഷേ കൊട്ടാരത്തിലെ കുടിലതന്ത്രജ്ഞനായ മന്ത്രിയുടെ ഉള്ളിൽ പകയും വിദ്വേഷവും വളർന്നു. ആയിടയ്ക്കാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറേ തീരങ്ങളെ കടലു കടന്നെത്തിയ വാവർ എന്ന കൊള്ളക്കാരൻ ആക്രമിച്ചത്. ബാലനായ മണികണ്ഠൻ വാവരെ യുദ്ധം ചെയ്തു തോൽപ്പിച്ചു. യുദ്ധത്തെ സന്ധി ചെയ്ത വാവർ പിന്നീട് മണികണ്ഠന്റെ പ്രിയമിത്രമായി തീർന്നു. പിന്നീട് പന്തള മഹാരാജാവ് മണികണ്ഠനെ രാജ്യത്തിന്റെ യുവരാജാവാക്കി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. മണികണ്ഠൻ യുവരാജാവായാൽ രാജ്ഞിയുടെ സ്വന്തം മകന് രാജ്യം ലഭിക്കില്ലെന്ന് പറഞ്ഞ് മന്ത്രി രാജ്ഞിയെ തെറ്റിദ്ധരിപ്പിച്ചു. അമർഷം പൂണ്ട മന്ത്രി രാജ്ഞിയുടെ സഹായത്തോടെ ഒരു കുടിലതന്ത്രം മെനഞ്ഞു. തന്റെ മകനെ യുവരാജാവാക്കാൻ വേണ്ടി രാജ്ഞി എന്തിനും തയ്യാറായിരുന്നു. ഉദരസംബന്ധമായ രോഗത്താൽ അതികഠിനമായി വിഷമിക്കുന്ന രോഗിണിയായി രാജ്ഞി അഭിനയിച്ചു. മന്ത്രിയുടെ പ്രേരണയാൽ കൊട്ടാരം വൈദ്യൻ രാജ്ഞിക്ക് മരുന്ന് നിർദ്ദേശിച്ചു. മരുന്നുണ്ടാക്കാനായി പുലിപ്പാൽ വേണമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. പുലിപ്പാൽ എങ്ങനെ ലഭിക്കുമെന്ന ചിന്തയിൽ രാജാവ് വിഷമിച്ചു. വിവരമറിഞ്ഞ മണികണ്ഠൻ രാജാവിനോട് താൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. പുലിപ്പാലിനായി പോയ മണികണ്ഠനെ പുലി വകവരുത്തുമെന്ന് മന്ത്രിയും രാജ്ഞിയും കണക്കുകൂട്ടി. യാത്രാമധ്യേ മണികണ്ഠൻ കാടിളക്കി നടക്കുന്ന മഹിഷിയെ കാണുകയും അവളുമായി ഘോര യുദ്ധം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ മഹിഷിയെ നിഗ്രഹിച്ചു. ആ മാത്രയിൽ മഹിഷിയുടെ ദേഹത്തു നിന്നും ശാപമുക്തയായ ഒരു സുന്ദരി പ്രത്യക്ഷയായി.
ശാപത്തിൽ നിന്നും മോക്ഷയായ അവൾ മണികണ്ഠനോട് തന്നെ വിവാഹം കഴിക്കാൻ അപേക്ഷിച്ചു. അപേക്ഷ നിരസിച്ച മണികണ്ഠൻ തന്റെ ജന്മോദ്ദേശം വെളിപ്പെടുത്തി. താൻ നിത്യബ്രഹ്മചാരിയാണെന്നും തന്റെ ജന്മോദ്ദേശം നിർവഹിച്ച ശേഷം താൻ ശാസ്താവിൽ ലയിക്കുമെന്നും തന്റെ പേരിൽ ശബരിമലയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുമെന്നും അവിടെ മാളികപ്പുറത്തമ്മ എന്ന പേരിൽ അവർക്കായി ഒരു ക്ഷേത്രം ഉണ്ടാകുമെന്നും അറിയിച്ചു. കന്യ അയ്യപ്പന്മാർ തന്റെ ദർശനത്തിനായി എത്താത്ത വർഷം അവളെ വിവാഹം കഴിക്കാമെന്നും ഉറപ്പു നൽകി. പിന്നീട് മഹിഷിയുടെ ശരീരം കല്ലുകൊണ്ട് മൂടി. അവതാര ഉദ്ദേശം നടപ്പാക്കിയ ഹരിഹരസുതനെ ആകാശത്ത് നിന്ന് ദേവാദികൾ പുഷ്പാർച്ചന നടത്തി പൂജിച്ചു. തുടർന്ന് ദേവേന്ദ്രൻ പുലിയായും ദേവഗണങ്ങൾ പെൺപുലികളായും മണികണ്ഠന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പുലിപ്പുറത്തിരുന്ന് മണികണ്ഠൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. പുലിപ്പുറത്തേറി വരുന്ന മണികണ്ഠനെ കണ്ട കൊട്ടാരവാസികൾ പരിഭ്രാന്തരായി. രാജ്ഞിയും മന്ത്രിയും എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി. മണികണ്ഠൻ സാധാരണ മനുഷ്യനല്ലെന്നും ദേവാംശമുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞ മഹാരാജാവ് മണികണ്ഠനോട് ക്ഷമ ചോദിച്ചു. പരമമായ സത്യത്തെ തിരിച്ചറിയാതെ ചെയ്തു പോയ മഹാപരാധം ക്ഷമിക്കണേ എന്ന് അദ്ദേഹം മണികണ്ഠനോട് അപേക്ഷിച്ചു. ഇതൊരു നിയോഗം മാത്രമാണെന്നും അച്ഛനും അമ്മയും പന്തളം കൊട്ടാരവുമൊക്കെ ഒരു നിമിത്തമായി തീർന്നതാണെന്നുമുള്ള സത്യം കുമാരൻ അറിയിച്ചു. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരഫലത്താൽ ഈ ലോകം മാത്രമല്ല ത്രിലോകങ്ങളും കീഴടക്കിയ മഹിഷിയുടെ നിഗ്രഹത്തിനായി ഭൂമിയിൽ ജാതനായ ശ്രീ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് താനെന്നുള്ള സത്യം മണികണ്ഠൻ പിതാവിനെ അറിയിച്ചു. അങ്ങനെ തന്റെ ജന്മനിയോഗം പൂർത്തിയായി. വിടവാങ്ങാൻ സമയവുമായി. അതിനു മുമ്പ് വളർന്ന ദേശത്തിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായി ഒരു കർമ്മം കൂടി ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി മണികണ്ഠൻ ശരം തൊടുത്തു. ശരം പതിച്ച സ്ഥലത്ത് 18 പടികളോട് കൂടിയ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും മകരസംക്രമ വേളയിൽ ശാസ്താവിഗ്രഹ പ്രതിഷ്ഠാ കർമ്മം നടത്തണമെന്നും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി അച്ഛൻ അവിടെ എത്തണമെന്നും അവിടെ തന്നെ കാണാൻ കഴിയുമെന്നും ഉറപ്പു നൽകി മണികണ്ഠൻ അപ്രത്യക്ഷനായി. ചിന്മുദ്രാങ്കിതനായി യോഗസമാധിസ്ഥനായി അഭയമുദ്രയോടെ ഇരുന്നരുളുന്ന ശ്രീ ധർമ്മശാസ്താവിന്റെ ബിംബം ഉത്തരായന ദക്ഷിണായന സന്ധ്യയായ മകരസംക്രമ വേളയിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തി. പൊന്നമ്പലമേട്ടിൽ നിന്നും ആ ദിവ്യ മുഹൂർത്തം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവാദികളും കർപ്പൂരമൊഴിഞ്ഞ് ആ ജ്യോതിസ്വരൂപം ദർശിച്ചു വണങ്ങി. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ധർമ്മശാസ്താ വിഗ്രഹം ദർശിച്ച് അനുഗ്രഹം നേടാൻ വ്രതശുദ്ധിയോടെ അന്നു മുതൽ ഇരുമുടി കെട്ടുമേന്തി അയ്യപ്പന്മാർ മല കയറാൻ തുടങ്ങി. എല്ലാവർക്കും അയ്യപ്പന്റെ സ്കെച്ചിങ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.